ശ്രീ ഡി സുരേഷ് കുമാർ, ഒരു ഡീലിലാണ് ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം നിങ്ങളെ കുരുക്കിയിടാൻ ശ്രമിച്ചത്. ആ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ കാര്യമായി തന്നെ ശ്രമിക്കേണ്ടി വന്നു. പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ SDPI വോട്ട് വിവാദം, അതിൽ ശക്തമായൊരു നിലപാട് പറയാൻ പോലും പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും കണ്ടത്. എന്തൊക്കെയാണ് LDFനെ സംബന്ധിച്ച് ഈ അവസാന ദിവസങ്ങളിൽ അജണ്ടയാകുന്നത്? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പറയാൻ വ്യക്തമായ രാഷ്ട്രീയമില്ലാത്ത, വികസന നയമില്ലാത്ത, ഒരു വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഐക്യജനാധിപത്യ മുന്നണിയും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയും ഈ സംസ്ഥാനത്ത് അവർ സ്വയം അപഹാസ്യരായി, ഇളിഫരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഭാവമായിട്ടുള്ളൊരു അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്ത ആളുകൾ തന്നെ, ആദ്യം ചർച്ച തുടങ്ങിയ BJPയുടെ പ്രതിനിധി തന്നെ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് തമാശ രൂപേണയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തിട്ടൂര മനോഭാവത്തോട് കൂടിയിട്ടുള്ള ചില വാക്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത് ചർച്ച ചെയ്താൽ മതി, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന രൂപത്തിൽ. അവർ പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണ്. എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണ് എങ്കിൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വാട്ടർ മെട്രോ, ഞാൻ എല്ലാം പറയുന്നില്ല, ഏറ്റവും പുതിയ പദ്ധതികൾ, വാട്ടർ മെട്രോ, അതുപോലെ തന്നെ റവന്യൂ LSTD ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടപ്പിലാക്കിയ ഏകീകൃത സ്വഭാവത്തോടു കൂടിയിട്ടുള്ള പല പരിഷ്കാരങ്ങളും പഠിക്കുന്നതിന് വേണ്ടി ഇതര സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദഗ്ധ സംഘങ്ങളെ എന്തിനവർ അയച്ചു? ഈ സംസ്ഥാനത്തെ മാതൃകയാക്കി കാര്യങ്ങൾ പഠിക്കാൻ BJPയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങളിലെ വിദഗ്ധ സമിതികൾ എന്തിന് ഈ സംസ്ഥാനത്തെത്തി? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആങ്കർ BJP പ്രതിനിധിയോട് ചോദിച്ചു. അത് വർഗീയതയെക്കുറിച്ചാണ്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, ജാതിയും മതവും തിരിച്ച് നാളിതുവരെ അവിടെ വിജയിച്ചിട്ടുള്ള MLAമാരുടെ പേര് വിവരം ബോർഡിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇത്രമാത്രം പച്ച വർഗീയത ഈ സംസ്ഥാനത്ത് ആളിക്കത്തിച്ചിട്ട് അദ്ദേഹം ചോദ്യം ചോദിക്കുമ്പോൾ ചിരിച്ച് ആ ചോദിക്കുന്ന ആങ്കറെ അപഹസിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞുപോയി, നേതാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തുന്നതിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും, അത് കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും BJP ആയിരുന്നാലും, അവരുടെ എല്ലാം ജീവനും ആരോഗ്യവും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. സുഷമ സ്വരാജും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിയും ഒക്കെ എവിടെയാണ് ചികിത്സിച്ചത് എന്ന് BJPയുടെ പ്രതിനിധി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വെറും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ചർച്ചയുടെ ഗതിയെ തെറ്റിക്കാൻ വേണ്ടി നോക്കരുത്. പിന്നെ വർഗീയതയുമായി കൂട്ടുകെട്ടുന്നത്, നിങ്ങൾ കൂട്ടുകെട്ടിയതുപോലെ BJP ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് കൂട്ടുകെട്ടിയതുപോലെ മറ്റാരെങ്കിലും കൂട്ടുകെട്ടിയിട്ടുണ്ടോ? കേവലം 4 വോട്ടിനും അല്ല 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയ ആളുകളാണ് നിങ്ങൾ. സയ്യിദ് അഹമ്മദ് റഷി 2024 കനൗജ് മണ്ഡലത്തിൽ മത്സരിച്ച BJP ജമാഅത്ത് ഇസ്ലാമി സംയുക്ത സ്ഥാനാർത്ഥിയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വച്ചടി ഇവിടെ വന്നു നിന്ന് ഇവിടെ ആകെ പരാജയമാണ്, ഞങ്ങൾ ആ പരാജയം ഉൾക്കൊള്ളുകയാണ്. 62 ലക്ഷം പേർക്ക് 2,00,000 രൂപ വെച്ച് പെൻഷൻ കൃത്യമായി മുടങ്ങാതെ കൊടുക്കുന്നത് ഞങ്ങളുടെ പരാജയമായി നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. 5 ലക്ഷം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ സർക്കാർ കൊടുത്തതിനെയാണ് നിങ്ങൾ പരാജയമായി വിലയിരുത്തുന്നതെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് അവരെ പട്ടയം കൊടുത്ത് ഭൂമിയുടെ അവകാശികളാക്കിയത് ഈ സർക്കാരാണ്. 3 ലക്ഷത്തിലധികം വരുന്ന യുവാക്കൾക്ക് തൊഴിലന്വേഷകരായിട്ടുള്ള നിയമനം കൊടുത്ത് സർവകാല റെക്കോർഡ് നടപ്പിലാക്കിയത് ഞങ്ങളാണ്. ഒന്നും ബാധിക്കില്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അത് ഞങ്ങൾ കൃത്യമായി വികസന രാഷ്ട്രീയം തന്നെയാണ് നടപ്പിലാക്കിയതും നടപ്പിലാക്കാൻ പോകുന്നതും. ഏകദേശം 980ഓളം പുതിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇന്നിപ്പോ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി പറയുന്നു, SDPIയോട് നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ല. പക്ഷേ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പലപ്പോഴും അങ്ങനെ ഒരു വ്യക്തമായ ഒരു നിലപാട് പോലും പറയാൻ പറ്റാതെ കഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്നലെ MA ബേബി അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് വരെ എത്രയോ നേതാക്കളോട് നേരിട്ട് തന്നെ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴൊക്കെയും പറയുന്നത് എല്ലാവരുടെയും വോട്ട് വേണം, മനുഷ്യന്മാരുടെ മുഴുവൻ വോട്ട് വേണം, SDPIയുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു.
അല്ലല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ രണ്ട് ആംഗിളിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ കാണണം. ഇപ്പോൾ പരസ്യമായി അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിലേക്ക് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടെ അവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ കാശ്മീരിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്ന RSS BJP. ഇവിടെയാണ് നിങ്ങൾ ഇല്ലാത്തൊരു ഡീലിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞ് 100 വട്ടം അത് പറഞ്ഞ് സത്യമാക്കി തീർക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ഇടപെടലും ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വർഗീയ രാഷ്ട്രീയം പറയുന്ന ആളുകളുമായി കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഒരു ഘട്ടത്തിലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയില്ല. ശരി.